വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കേസിൽ വൃത്തികെട്ട തരംതാണ മാധ്യമ പ്രവർത്തനമാണ് ഏഷ്യാനെറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് എന്ത് വംശമാണ്? മറ്റേ കുരുവംശം. കാളിദാസന്റെ അദ്ദേഹമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ നോക്കുന്നത് അദ്ദേഹം പറഞ്ഞത് വഖഫ് നിയമം ഏതാണ്ട് സ്റ്റേ ചെയ്തു എന്നതിന് ഫലത്തിലുള്ള ഇടക്കാല ഫലത്തിലായി എന്ന തരത്തിലുള്ള ആവേശത്തോടെ റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ സമയം നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് 4:23. എൻ്റെ കയ്യിൽ സുപ്രീം കോടതി പ്രൊസീഡിങ്സ് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ആളുകൾ തന്നെ ഉപയോഗിക്കുന്ന വാർത്ത കോടതി പോയാലും എടുക്കുന്നത് ലൈവ് ലോ എന്ന സൈറ്റിൽ കയറി നോക്കിയാൽ കോടതിയിലെ വാദങ്ങളൊക്കെ അറിയാം. ലൈവ് ലോയിൽ 4:7 ലൈവ് ലോയിൽ പറയുന്നു, നോ ഇന്ററിം ഓർഡർ പാസ്ഡ്, കോർട്ട് ടു ഹിയർ ടുമോറോ അറ്റ് 2 PM ആഫ്റ്റർ റിക്വസ്റ്റ് ഫ്രം റെസ്പോണ്ടൻസ്. അതായത് എതിർകക്ഷികൾ കേന്ദ്ര സർക്കാരിന്റെ വാദം കേൾക്കാനായി നാളെ 2 മണിക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഒരു ഇടക്കാല ഉത്തരവും ഇല്ല എന്ന് 4:7 ലൈവ് ലോയിൽ സുപ്രീം കോടതിയെ ഉദ്ധരിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശം വരുന്നു. 4:23 ഏഷ്യാനെറ്റിൽ ഇടക്കാല ഉത്തരവ് എന്നുള്ള വ്യാജ വാർത്ത എഴുതി കാണിക്കുന്നു. വ്യാജ വാർത്ത ഈ പ്രശാന്ത് കുരുവംശം പലതവണ പറയുകയും ചെയ്തു. എന്നിട്ട് പ്രശാന്ത് രഘുവംശം പലതവണ പറയുകയും ചെയ്തു. എന്നിട്ട് അവസാനം അബദ്ധം പിണഞ്ഞ് മാറ്റി പറഞ്ഞു. ഇതിനിടയ്ക്ക് MA ബേബിയുടെ അടുത്ത് ലേഖനം പറഞ്ഞു വിട്ടു. കാരണം MA ബേബിയുടെ പ്രതികരണം എടുക്കാൻ. അപ്പോഴേക്ക് സംഭവം മാറിപ്പോയി. കാരണം ഇവർ പറഞ്ഞത് പച്ചക്കള്ളമാണ്, ഇവരുടെ മനസ്സിലെ ആഗ്രഹമാണ്. കോടതി ഇത് കേസ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജയ് കുമാർ, KB വിശ്വനാഥൻ, ഈ 3 പേരുടെ ബെഞ്ച്, 3-അംഗ ബെഞ്ചിലാണ് കേസ് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 4:8 കോടതി പറഞ്ഞ ഒരു കാര്യം ഈ നിമിഷം വരെ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറയുകയാണ്, വൺ തിങ് ഈസ് വെരി ഡിസ്റ്റർബിങ്, ദ വയലൻസ്, ദ ഇഷ്യൂ ഈസ് ബിഫോർ ദ കോർട്ട് ആൻഡ് വി വിൽ ഡിസൈഡ്. അതായത് രാജ്യത്ത് ഇതിന്റെ പേരിൽ ചില സ്ഥലങ്ങളിൽ ബംഗാളിലൊക്കെ നടക്കുന്ന വയലൻസ് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. വിഷയം ഞങ്ങളുടെ മുന്നിലാണ്, ഞങ്ങൾ തീരുമാനിക്കും എന്ന് കോടതി പറഞ്ഞു. അപ്പോൾ തുഷാർ മേത്ത, സോളിസിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ അല്ലേ, തുഷാർ മേത്ത പറയുന്നു, there shouldn't be a phenomena that violence can be used to pressurize. സമ്മർദ്ദം ചെലുത്താൻ അക്രമം ഉപയോഗിക്കുന്ന പരിപാടി ഈ രാജ്യത്ത് അനുവദിക്കാൻ പാടില്ല എന്ന് തുഷാർ മേത്ത പറയുന്നുണ്ട്. അത് ഇന്ന് വരെ, ഈ നിമിഷം വരെ ഏഷ്യാനെറ്റ് കണ്ടിട്ടില്ല. എന്നിട്ട് സംഭവിച്ചത് എന്താണ്? 4:5 കപിൽ സിബൽ കോടതി പറഞ്ഞു, ദ CEO ഹാസ് ടു ബി മുസ്ലിമാണ് ഇതിൻ്റെ CEO ആയിട്ട് വരാൻ പോകുന്നത്. ഉടനെ സിംഗ് പറഞ്ഞു, മിലോഡ്സ് ക്യാൻ ഹിയർ അസ് ടുമാറോ. കേന്ദ്രം പറഞ്ഞു ഞങ്ങളെ നാളെ കേൾക്കൂ എന്ന് പറയുന്നു. CJI പറയുന്നു, ചീഫ് ജസ്റ്റിസ് പറയുന്നു, വി ആർ ഓൾ കൺസേൺഡ് അബൌട്ട് ഇറ്റ്, വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ. ഇതെല്ലാം നമുക്കറിയാം, നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കാം. വീണ്ടും SG സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറയുന്നു, മിലോഡ്സ് പ്ലീസ് ഹിയർ അസ് ടുമാറോ, ഞങ്ങളെ നാളെ കേൾക്കൂ എന്ന് പറയുന്നു. CJI വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന് മറുപടിയായിട്ട് പറയുന്നത്. നോർമലി 2 റൂൾസ് അപ്ലൈ. സാധാരണയായി 2 ചട്ടങ്ങളാണ് പ്രയോഗിക്കപ്പെടുന്നത്. കോർട്സ് ഡു നോട്ട് പാസ് ഇന്ററിം ഓർഡർ എക്സെപ്റ്റ് ഇൻ എക്സെപ്ഷൻ. ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിലല്ലാതെ ഞങ്ങൾ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കില്ല. അവർ കൺസേൺ ഈസ് ഇഫ് വഖഫ് ബൈ യൂസർ ഈസ് ഡിനോട്ടിഫൈഡ് there will be huge consequence. ഞങ്ങൾ ആലോചിക്കുന്നത്, ഇപ്പോൾ വഖഫിൻ്റെ ആയിട്ടുള്ള ചില ഭൂമികൾ വഖഫ് അല്ലാതെ ഒരു ഡീനോട്ടിഫിക്കേഷൻ വന്നാൽ അതിന് വലിയ പ്രത്യാഘാതം ഉണ്ടാവും. വഖഫിൻ്റെ കയ്യിലിരിക്കുന്നത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പിടിക്കലൊക്കെ പണിയാം. അതൊരു പ്രശ്നമാണ് എന്ന് കോടതി പറഞ്ഞു. എന്നിട്ട് കോടതി പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ ഇവർ വെച്ചിരിക്കുന്ന അപേക്ഷയിൽ ഒന്ന്, ഇത് ഡീനോട്ടിഫൈ ചെയ്യരുത്, പിന്നെ ഇത് എന്താണ്, കളക്ടർ വസ്തു വന്ന് അളന്നു നോക്കിയാൽ ആ നിമിഷം വഖഫ് അല്ലാതായി മാറും എന്നുള്ള വ്യവസ്ഥയെ ഇവർ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത്, ഈ മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ വഖഫ് ബോർഡിൻ്റെ കമ്മിറ്റികളിൽ വരുന്നതിനെ ചലഞ്ച് ചെയ്ത് 3 കാര്യമാണ് പ്രധാനമായിട്ടും വന്നിട്ടുണ്ട്. ഞങ്ങൾ അത് പരിശോധിച്ചിട്ട് അതിൽ ഉത്തരവ് പുറപ്പെടുവിക്കാം എന്നും മാത്രമാണ് പറഞ്ഞത്. അതായത് പ്രധാനപ്പെട്ട തർക്ക വിഷയമായ 3 കാര്യങ്ങൾ എടുത്തിട്ട് ഇത് ഞങ്ങൾ പരിശോധിച്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാം എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കാമെന്നല്ല, ചിലപ്പോൾ തള്ളലുമായിരിക്കും. ഇടക്കാല ഉത്തരവ് ഇതിന്റെ അകത്ത് സാധാരണഗതിയിൽ ഒരു കോടതിയിൽ ഒരു കേസ്, ഇപ്പൊ കപിൽ സിബല് ഇതിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തുടക്കം. അങ്ങനെ പറയുമ്പോൾ ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ
ഉന്നയിക്കും കോടതി. അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാ. അത് ചില സമയത്ത് ചില നിരീക്ഷണങ്ങളും വരും. ഇപ്പൊ ഇതിന്റെ അല്ല സാർ, ഇതിനകത്ത് ഇത് പറയുന്നത് ഞങ്ങൾ ഈ 3 പോയിന്റുകൾ പരിശോധിച്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാം എന്ന് പറഞ്ഞാൽ പ്രശാന്ത് രഘുവംശം മനസ്സിലാക്കിയിരിക്കുന്നത് 3 അനുവദിച്ചുകൊണ്ട് ഉത്തരവ് അങ്ങനെ പറഞ്ഞു. ആ വഖഫ് സംഭവത്തിൽ ഇടക്കാല ഉത്തരവ് എന്ന് പറഞ്ഞാണ് ഇവര് വിരളി പിടിപ്പിച്ചു. കോടതി പരിഗണിക്കാൻ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു. നമ്മളും അങ്ങനെയാണ് ശ്രദ്ധിച്ചത്. ഇവരുടെ ആവശ്യം, ഇവരുടെ മനസ്സിലിരിപ്പാണ് ഇതൊന്ന് സ്റ്റേ ചെയ്ത് കിട്ടണം, ഇതൊന്ന് റദ്ദായി കിട്ടണം, എന്നിട്ട് ആഘോഷിക്കണം എന്ന് വെച്ചിരിക്കുകയാണ്. ഇവിടെ ചില ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എങ്ങനെ എത്ര അധമമായ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നതിന്റെ ക്ലാസിക് ഉദാഹരണമാണ് ഈ ചാനൽ കാണിച്ചത്. എനിക്ക് കാരണം സാറിന് അറിയാലോ, സാറ് മാധ്യമ പ്രവർത്തകനാണ്, ഞാനും മാധ്യമ പ്രവർത്തകനാണ്. ഞാനൊരു 10-13 വർഷം കേരള ഹൈക്കോടതിയിൽ കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. ഇത് ഒരു തരത്തിലും അനുവദിക്കാൻ പറ്റാത്ത അനാശാസ്യമായ മാധ്യമ വ്യഭിചാരമാണ് ഏഷ്യാനെറ്റ് നടത്തിയത്. ഏഷ്യാനെറ്റ് ലേഖകൻ മനഃപൂർവ്വം തെറ്റായ വാർത്ത പടച്ചുപിടിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഈ കേരളത്തിലെ മാപ്ര എന്നുള്ള പേര് അവർക്ക് കിട്ടിയത് തന്നെ ഈ വൃത്തികേടുകൾ കാണിച്ചിട്ടാണ്. ഈ മാപ്രകൾ ഒരുപാട് കാര്യങ്ങളിൽ വൃത്തികേട് കാണിക്കുന്നുണ്ട്. പക്ഷെ കോടതി വിധികൾ സംബന്ധിച്ചും കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളെ സംബന്ധിച്ചുമൊക്കെ സൂക്ഷിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അത് ഈ കോടതി അലക്ഷ്യമൊക്കെ വരുമല്ലോ. ഇപ്പോൾ കോടതി വിധികളും കോടതിയുടെ നിരീക്ഷണങ്ങളും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നില കൂടി വന്നിട്ടുണ്ട്. കോടതി 3 പോയിന്റുകൾ പരിഗണിക്കാന്ന് പറഞ്ഞപ്പോ അതിൽ സ്റ്റേ ആയി, വിലക്കി എന്ന് പറഞ്ഞു. സ്റ്റേക്ക് സമാനമാണ് എന്ന് പറഞ്ഞു. ബലത്തിൽ അങ്ങനെ ചെയ്യരുത്, ഡീനോട്ടിഫൈ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒന്നും കോടതി പറഞ്ഞിട്ടില്ല. അത് ആ വിഷയങ്ങൾ മുമ്പിലുണ്ട്, ഞങ്ങളത് ചർച്ച ചെയ്യാം, പരിഗണിക്കാം, സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് സഞ്ജീവ് ഖന്ന പറഞ്ഞിട്ടുണ്ട്, ഈ ഡൽഹി ഹൈക്കോടതി തന്നെ വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഞങ്ങളോട് വന്ന് പറയുമായിരുന്നു. അപ്പൊ മറ്റേ പാർലമെന്റ് മന്ദിരം പോലും വഖഫ് പ്രോപ്പർട്ടി ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിൽ കാണുന്നൊക്കെ വഖഫാണെന്ന് പറഞ്ഞിരുന്നു. ഡൽഹി ഹൈക്കോടതിയും വഖഫ് പ്രോപ്പർട്ടിയിലാണ് നിൽക്കുന്നത് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. സിബില് പ്രധാനമായിട്ടും ഊന്നിയത് ഭരണഘടനയുടെ 26-ാം വകുപ്പിലാണ്. 26-ാം വകുപ്പ് എന്ന് പറഞ്ഞാൽ മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതാണ്, അവർക്ക് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറയുന്ന കാര്യമാണ്. അപ്പം ഞാൻ ഇതെങ്ങനെ ചെയ്യണം, പിന്തുടർച്ചാവകാശം ഞാൻ എങ്ങനെ തീരുമാനിക്കണമെന്ന് രാജ്യമാണോ, അതായത് ഭരണകൂടമാണോ പറയേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോഴും ഖന്ന അതിനെ എതിർക്കുക ചെയ്തത്. കാരണം ഹിന്ദുക്കളുടെ കാര്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ കാര്യത്തിൽ സർക്കാർ നിയമവും പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ സർക്കാർ നിയമം യൂണിവേഴ്സലാണ്, സെക്യുലറുമാണ്. അത് 26-നെ അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഭരണഘടനയുടെ സത്യത്തിൽ ഈ കമന്റുകളൊക്കെ ഈ നിയമത്തിന് അനുകൂലമായ കമന്റാണ്. അങ്ങനെ ആ അനുകൂലമായ കമന്റുകളാണ് ഞാൻ ഈ കപിൽ സിബലിനെ സഞ്ജീവ് ഖന്ന പൊളിക്കുന്ന ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. അനുകൂലമായ കമന്റുകളാണെങ്കിൽ പോലും അവസാന വിധിയിൽ മാറി വരാം. പക്ഷെ ഇതാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ ഇയാൾ ചോദിക്കുന്നുണ്ടായിരുന്നു 5 വർഷം മുസ്ലിം ആയിരിക്കണം എന്നിതിൽ പറയുന്നുണ്ട്. മറ്റേ ബൈ യൂസർ അല്ലെങ്കിൽ വഖഫ് ചെയ്യാവുന്നയാളായിരിക്കണം എന്ന്. ഞാൻ മുസ്ലിം ആണോ എന്ന് തീരുമാനിക്കുന്നത് ഭരണകൂടമാണോ? ഇങ്ങനത്തെ വാദങ്ങളാണ് ഈ പ്രധാനമായിട്ടും അവിടെ ഉന്നയിക്കപ്പെട്ടത് കോടതിയുടെ മുമ്പിൽ. അതിൻ്റെ അകത്ത് ഇത്രയും പ്രതിവാദത്തിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, ഈ വഖഫ് ആക്ട് സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നില്ല. അത്രയും വ്യക്തമാണ്. അതിൽ 1-2 കാര്യങ്ങളിൽ കോടതിക്ക് സംശയമുണ്ട്. അതൊന്ന്, ഖന്ന ചോദിച്ചു, നിങ്ങൾ ഹിന്ദു മത ട്രസ്റ്റുകളിൽ മുസ്ലിങ്ങളെ എടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ സ്വത്തുക്കളും കൂടി ഒക്കെ വഖഫായിട്ട് മാറ്റുന്നുണ്ട്. ഹിന്ദുക്കളുടെ ഭാഗം പറയാനായിട്ട് അതിൻ്റെ അകത്ത് ആരെങ്കിലും വേണമല്ലോ. ദേവസ്വം ബോർഡ് ഒന്നും മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ജൈനമതക്കാരുടെ സിഖുകാരുടെ ഒന്നും പോയിട്ട് ദേവസ്വം സ്വത്തായിട്ട് മാറ്റുന്നില്ല. പക്ഷെ ഇവര് ഹിന്ദു, അതിനുള്ള അധികാരവും ഇല്ല ദേവസ്വം ബോർഡിന്. ഹിന്ദു ക്ഷേത്രങ്ങൾ ഇരിക്കുന്ന ഒരു ഗ്രാമം തന്നെ തമിഴ്നാട്ടിൽ പോയി വഖഫായിട്ട് എടുത്തതാണ്. അപ്പോൾ
ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഹിന്ദുക്കൾ നേരിടുന്നത് കൊണ്ട് അതും കൂടി ചർച്ച ചെയ്യാനായിട്ട് ഹിന്ദുക്കൾ ഇതിൻ്റെ അകത്ത് വേണ്ടേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് മാറ്റം വരാൻ പോകുന്ന തന്നെ എക്സ് ഒഫീഷ്യോ ഒഴിച്ച് ബാക്കി മുസ്ലിങ്ങളാകരുതോ എന്നൊരു ആലോചനയിലേക്ക് കോടതി പോകുന്നുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ ആ ബൈ യൂസർ എന്ന് പറയുന്ന ഭാഗത്തും പിന്നെ ഡീനോട്ടിഫൈ ഇപ്പോൾ ചെയ്യണോ എന്നുള്ള കാര്യത്തിലും ആലോചനയുണ്ട്. കാരണം കേസ് വാദം കഴിഞ്ഞ് കേസിന്റെ അന്തിമ വിധി വരാൻ ഒരുപാട് സമയമെടുക്കും. അതിനു മുമ്പ് ഒരു വസ്തു പെട്ടെന്ന് സർക്കാർ പിടിച്ചെടുത്ത് അതിൻ്റെ ഉടമസ്ഥനായിരുന്ന യഥാർത്ഥ ആൾക്ക് കൈമാറിയാൽ കേസ് തീരുന്നതിനിടയ്ക്ക് അയാൾ അത് വിൽക്കുകയോ മറിക്കുകയോ ഒക്കെ ചെയ്ത സങ്കീർണമായ നിയമപ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് കോടതി എങ്ങനെ ചെയ്യുന്നത്. അതൊന്ന്. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ചട്ടങ്ങളൊക്കെ ഇനി 3 ആഴ്ച സമയം ചട്ടങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതിന് സമയമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 1-2 കാര്യങ്ങൾ ചെയ്യരുത് ഈ അന്തിമ വിധി വരുന്നത് വരെ എന്ന് പറയാനേ സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏഷ്യാനെറ്റിന് പ്രശാന്ത് രഘുവംശം അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചു. ഒരുപാട് സ്റ്റേ ചെയ്യും. സഞ്ജീവ് ഖന്ന അടുത്ത മാസം റിട്ടയർ ചെയ്യും. അതിന് മുമ്പ് ഇത് കൈകാര്യം ചെയ്തിട്ട് ഇതൊക്കെ വിചാരിച്ചു. അതിന്റെ ആവേശമാണ് കാണിച്ചത്. എന്തായാലും MA ബേബിയുടെ അടുത്തേക്ക് ഒരു ലേഖകനെ വിട്ടത് വെറുതെ ആയിപ്പോയി. അപ്പൊ ഏതായാലും ഏഷ്യാനെറ്റ് പതിവ് പോലെ അവരുടെ താല്പര്യം പുറത്ത് കാണിച്ചു. ഇങ്ങനെയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വാർത്ത, കോടതി വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ BJP പ്രസിഡന്റ് ആയ ശേഷവും ഏഷ്യാനെറ്റ് പഴയ മട്ടിൽ തന്നെ തുടരുന്നു. രാജീവ് ചന്ദ്രശേഖർ BJP പ്രസിഡന്റ് അതല്ലേ ഉള്ളൂ. കാരണം ഇവരാരും ആയില്ലല്ലോ. അതെ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരുപാട് ബിസിനസ്സുകളിൽ, മാധ്യമരംഗത്തുള്ള ബിസിനസ്സുകളിൽ ഒന്നാണത്, ഞാൻ അവിടെ നിർദ്ദേശിക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാലുള്ള പ്രശ്നം പണ്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുത്തുവാള എടുപ്പിച്ചല്ലോ സ്വദേശമാനി രാമകൃഷ്ണപിള്ള. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോവാറ് മാധ്യമരംഗത്ത്. ചരിത്രം വല്ലപ്പോഴും വായിക്കുന്നത് നല്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.